നമ്മുടെ സഹോദരനെ ആനയെ ആക്രമിച്ച് കൊന്നപ്പെടാ അതിന്റെ 3 കിലോമീറ്റർ അകലെ കിടന്ന ഭരണകക്ഷിയുടെ MLA ആയ OR കേളു എത്ര നാൾ കഴിഞ്ഞിട്ട് ആ വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കുകയും ചെയ്തിട്ടില്ല. വീട്ടിൽ കയറിയില്ല. പിന്നെ അതുപോലെ തന്നെ തൊട്ടടുത്ത മണ്ഡലമായ മാനന്തവാടി നിയോജക മണ്ഡലത്തിന്റെ MLA OR കേളു ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല. അതുപോലെ തന്നെ ഒരു മന്ത്രി ഇവിടെ വന്നിട്ട് പറഞ്ഞു ഇവിടുത്തെ ജനങ്ങൾ ജീവിക്കുന്നത് പശുവിനെ വളർത്തിയിട്ടാണ് ജീവിക്കുന്നത്, മൃഗങ്ങളെ വളർത്തി ജീവിക്കുന്നത്. ഇവിടെ ആരും വനാതിർത്തിയില് മൃഗങ്ങളെ വളർത്താൻ പാടില്ല. ബൈക്കൊന്ന് വിടുവോ? ഒരു കാര്യം പറയാം. ഓക്കെ ചേട്ടാ, ഒരു നിമിഷം. പക്ഷേ ചേട്ടൻ പറഞ്ഞ അങ്ങനെയല്ല, തദ്ദേശ വകുപ്പ് മന്ത്രി തിരുത്തിയിട്ടുണ്ട്. ഒരു നിമിഷം. ജയനോടുള്ള ചോദ്യത്തിന് മറുപടി. ജയൻ നോക്കൂ, ഇവിടെ സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഒന്നാണ് എന്തുകൊണ്ടാണ് 3 അംഗ മന്ത്രി സമിതിക്ക് വരാൻ ഇത്ര സമയമെടുക്കേണ്ടി വന്നത്? എന്തുകൊണ്ടാണ് വനംവകുപ്പ് മന്ത്രി ബാക്കിയെല്ലാം നിർത്തിവെച്ച് ഈ വയനാട്ടിലേക്ക് ഓടി എത്തേണ്ടായിരുന്നോ? ഇവിടെ വന്ന് കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടായിരുന്നോ? അതിനുവേണ്ടി ഒരു പ്ലാൻ നോക്കൂ. ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ ഈ 5 പേരെ, സംസ്ഥാനമൊട്ടാകെ 8 പേരെ കഴിഞ്ഞ് 2 മാസത്തിനിടയിൽ വിവിധ വന്യജീവി ആക്രമണങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടതിന് ശേഷമാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കീഴിൽ പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിച്ചത്. ഇതെന്തുകൊണ്ടാണ് കഴിഞ്ഞ 1 മാസം മുമ്പ് ജീവൻ അങ്ങനെ തീരുമാനമെടുത്തിരുന്നെങ്കിൽ പോൾ ഇന്ന് ജീവനോടുണ്ടാകുമായിരുന്നു, അജീഷ് ജീവനോടുണ്ടാകുമായിരുന്നു, ഇന്നലെ വത്സ് ജീവനോടെ ഉണ്ടാകുമായിരുന്നു, കക്കേത്ത് എബ്രഹാം ജീവനോടെ ഉണ്ടാകുമായിരുന്നു. അപ്പോൾ ഈ സർക്കാരിന് ഈ മലയോര കർഷകരെ കുറിച്ച് ഒരു ബോധവുമില്ല, അവരോട് ഒരു തരിമ്പ് പോലും കരുണയുമില്ല എന്ന് പറയുന്നതിൽ കാര്യമുണ്ട് സാർ. അങ്ങനെ പറയുന്നതിൽ കാര്യമില്ല. കാരണം വനം വന്യജീവി കേന്ദ്ര വനം വന്യജീവി സംരക്ഷണ നിയമമാണ്. കേന്ദ്ര വനം വന്യജീവി സംരക്ഷണ നിയമം 1972 ശ്രീമതി ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ നടപ്പിലാക്കിയതാണ്. ആ നിയമത്തിൻ്റെ പരിമിതികളുണ്ട്. ഇവിടെ ബഹുമാനപ്പെട്ട ആളുകൾ ചൂണ്ടിക്കാണിച്ചതുപോലെ വനം വകുപ്പ് മന്ത്രി സമയബന്ധിതമായി വരുന്നതിന് കാലതാമസം ഉണ്ടായിട്ടുണ്ട് എന്ന വിമർശനത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നു. എന്നാൽ ഈ സംഭവം ഉണ്ടായതിൻ്റെ പിറ്റേ ദിവസം തന്നെ ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വയനാട്ടിലെ 3 MLA-മാരെയും IC ബാലകൃഷ്ണൻ, OR കേളു, അതുപോലെ തന്നെ T സിദ്ദിഖ് ഉൾപ്പെടുന്ന 3 MLA-മാർ, ഇൻസിഡൻറ്റ് നടന്നിട്ടുള്ള പഞ്ചായത്ത് പ്രസിഡന്റുമാരുൾപ്പെടെ തിരുവനന്തപുരത്ത് യോഗം വിളിച്ചു ചേർത്ത് 27 കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടി തീരുമാനമെടുക്കുകയും അതിനകത്ത് 15 കാര്യങ്ങൾ നടപ്പിലാക്കപ്പെടുകയും അതിന് വയനാട് ജില്ലയ്ക്ക് പ്രത്യേകമായി ഒരു CCF-നെ നിയമിക്കുകയും ഒക്കെ ചെയ്ത കാര്യങ്ങളുണ്ട്. ഈ കഴിഞ്ഞ ദിവസം വയനാട് ജില്ലാ കലക്ട്രേറ്റിൽ ആ മുഖ്യമന്ത്രിയുടെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ യോഗം ചേർന്നു. ആ യോഗം പുതിയ കുറേ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ആ തീരുമാനങ്ങൾ ഓരോന്നായിട്ട് ഞാൻ നോട്ട് ചെയ്തതിൻ്റെ സമയമില്ലാത്തതുകൊണ്ട് ഞാനത് വ്യാഖ്യാനത്തിലേക്ക് പോകുന്നില്ല. പക്ഷേ ഒരു വിമർശനമുള്ളത്, ആ യോഗത്തിൽ സുൽത്താൻ ബത്തേരി നിയോജകമുള്ള MLA ബഹുമാനപ്പെട്ട IC ബാലകൃഷ്ണൻ പങ്കെടുത്തിട്ടില്ല. കാരണം ജില്ലയെ സംബന്ധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്, അദ്ദേഹം അത് പങ്കെടുത്തിട്ടില്ല. ഞങ്ങൾ വീണ്ടും ആവർത്തിച്ചു പറയുന്നു, സംസ്ഥാന ഗവൺമെൻറ് പറ്റാവുന്ന രൂപത്തിൽ ഇടപെടുക ചെയ്യുന്നുണ്ട്. സുൽത്താൻ ബത്തേരിയിൽ നിന്നും മൂടക്കൊല്ലിയിലേക്ക് 13 കോടി രൂപ മുടക്കി റെയിൽ ഫെൻസിങ് തീർത്തിട്ടുണ്ട്. വയനാടിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഹാങ്ങിങ് ഫെൻസിങ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. 19 സ്ഥലത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവൃത്തികൾ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. വൈത്തിരി ഒരു ഗ്രാമപഞ്ചായത്ത്, വൈത്തിരി ഒരു ഗ്രാമപഞ്ചായത്ത്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വം കൊടുക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്തിന്റെ പണവും സ്വകാര്യ വ്യക്തികളുടെ പണവും സംഘടിപ്പിച്ച് ഈ ആന ഇറങ്ങുന്ന പ്രദേശത്ത് സ്വന്തമായി ഫെൻസിങ് തീർത്ത് കേരളത്തിൽ തന്നെ മാതൃകയായിട്ടുള്ള പ്രവർത്തനം നടത്തിയത് കൂടി